ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നറിയപ്പെടുന്ന ഹോളി, അതല്ല ഇപ്പോൾ 2 ദിവസം മുന്നേ കഴിഞ്ഞത്, അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളെങ്ങനെ ഹോളി ആഘോഷിച്ചു, എന്തൊക്കെയായിരുന്നു പരിപാടി എന്നൊക്കെയായിരുന്നു പറയാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കോലവും കൂടി നിങ്ങളൊന്ന് കണ്ടോട്ടോ. ഇതാണ് ഞങ്ങളുടെ കോലം. ഹോളിയൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയായിരുന്നു. ചാത്താന്മാരാണോ കുട്ടിച്ചാത്തന്മാരാണോ എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. പെറ്റ തള്ള സഹിക്കാത്തൊരു കോലമാണ് എന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് താഴെ ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ അടുത്താണ്. അവർ ദാദാജി ദാദിയമ്മ എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. ആൻലിൻ ബേബി, അതായത് കുഞ്ഞാപ്പി, കളറ് വാരി പൂശാൻ വേണ്ടി പോയതാണ്. കളറ് അവൾക്ക് കൈക്കകത്ത് വാനാനായിട്ട് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ തോണ്ടി തേക്കുന്നത്. പൗഡർ ഇടുന്ന പോലെ ഇങ്ങനെ പറ്റിച്ചു കൊടുക്കുകയാണ് അവൾ. ദാദാജിയുടെ മുഖത്ത് കുറേയൊക്കെ വാരി തേച്ച്, കുറേയൊക്കെ പറ്റി, കുറേയൊന്നും പറ്റിയില്ല. അവളുടെ കുഞ്ഞി കൈയല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ദാദാജി പറഞ്ഞു എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തരിക കേട്ടോ. അപ്പം ദാദാജിയുടെ റോള് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദാദിയമ്മയുടെ അടുത്ത് ചെന്നു. ദാദിയമ്മയ്ക്ക് അതുപോലെ തന്നെ കുഞ്ഞി കൈ കൊണ്ട് 2 വിരൽ കൂട്ടി അവൾ തേച്ച് കൊടുക്കുകയാണ്. കളറൊക്കെ വാരി തേച്ച് കൊടുത്തു. ദാദിയമ്മ ഒരു പൊട്ട് കുത്തിയപ്പോഴത്തേക്ക് അവൾ തൂത്ത് കളയുക. അവൾക്ക് അങ്ങനെ മുഖത്ത് മൊത്തം വാരിയിട്ട് അടിപൊളിയായിട്ട് അവൾ ഹോളി ആഘോഷിക്കുകയാണ്. അപ്പോഴാണ് പുറത്തുനിന്ന് ബഹളം കേട്ടെ. ഒരു ജാഥ പോകുന്നു. നോക്കുമ്പോഴോ കളറൊക്കെ വാരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ജാഥ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഹോളി ജാഥ എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു ടെറസിൻ്റെ മണ്ടയിലോട്ട്. ടെറസിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ മൊത്തം. വെള്ള ഉടുപ്പൊക്കെ മാറിയിട്ടോ. ഉടുപ്പ് മാറിയില്ലെങ്കിലേ നല്ല ഉടുപ്പെല്ലാം ചള്ളാവില്ലേ. അങ്ങനെ ഉടുപ്പൊക്കെ മാറി കളയാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ഉടുപ്പാട്ടോ. അങ്ങനെ വെള്ള ഉടുപ്പൊക്കെ ഇട്ട് കയറിപ്പോയി. അവൾ കുഞ്ഞായതുകൊണ്ട് അവൾ കുറച്ച് ആദ്യമൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. കാരണം കളർ അങ്ങനെ ഒഴിച്ചില്ല. എന്നെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. എൻ്റെ മേത്ത് മണ്ണും കൊണ്ട് അഭിഷേകമായിരുന്നു. മണ്ണൊക്കെ വാരി പിടിച്ച് ഒരുത്തി നിൽക്കുന്നുണ്ട്. അവൾ ആദ്യം എൻട്രി തന്നെ മണ്ണിലായിരുന്നു. മണ്ണെടുത്ത് മുഖത്ത് തേക്കുന്നു, മണ്ണെടുത്ത് വാരി ഒഴിക്കുന്നു. ഒന്നും പറയണ്ട, ചെളിക്കകത്തായി മൊത്തം പോയി. അത് കഴിഞ്ഞ് പിന്നെ കളറ് കലക്കലായി, കളർ ഒഴിക്കലായി, കുളിക്കലായി. എന്താണ് അവിടെ നടന്നതെന്ന് എനിക്ക് തന്നെ വലിയ പിടികിട്ടമില്ല. കുഞ്ഞാപ്പിനെ കണ്ടോ, നീലം വെള്ളം ഒഴിച്ചിട്ട് കുളിപ്പിക്കുന്നുണ്ട്. നീലക്കുട്ടനാക്കി അവളെ. പിന്നെ പൈപ്പ് എടുത്ത് വെള്ളം ചീറ്റിച്ച് കുളിക്കലായി, അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കൽ. കുഞ്ഞാപ്പിയുടെ തലയിൽ കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് കളറൊക്കെ ഇട്ട് അവൾക്കോ പൈപ്പെന്ന് പറഞ്ഞാൽ ജീവനാണ്. അവൾ പൈപ്പും കൊണ്ട് എല്ലാവരുടെ മേത്ത് വെള്ളം ഒഴിക്കലായിരുന്നു അവളുടെ പരിപാടി. അവൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. കളർ തേക്കുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അവസാന കോലം ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഈ ഒരു അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ സൈഡാവാൻ തുടങ്ങി. കാരണം ആഘോഷിച്ച് മടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലലായിരുന്നോ, വെള്ളമൊഴിക്കലായിരുന്നോ, കളർ കലക്കലായിരുന്നോ, ഒന്നും പറയണ്ട. എന്താണേലും അടിപൊളിയായിട്ട് ഹോളി ആഘോഷിച്ചു കേട്ടോ. നല്ലൊരു ഹോളിയായിരുന്നു. ഈ ഒരു അവസ്ഥ കണ്ടപ്പം എനിക്ക് തോന്നി പെറ്റ തള്ള പോലും തിരിച്ചറിയാമല്ലോ. അങ്ങനെ പെട്ടെന്ന് പോയി കുളിച്ചു. അത് കഴിഞ്ഞ് അടിപൊളി ഫുഡ് വന്നു. ദാദാജിയും ദാദിയമ്മയും നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ട്രഡീഷണൽ ഫുഡാട്ടോ. അവരെ ഹോളിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡുകളാണ്. അപ്പം ഫുഡൊക്കെ കൊണ്ടുവന്ന് വന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്